നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് മാസം 31 മുതൽ ജൂൺ 6 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 2-ാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അപ്രതീക്ഷിതമായി ധനസഹായം വരും എന്നതൊഴിച്ചാൽ ബാക്കി വലിയ നേട്ടങ്ങൾ തുടക്ക ദിവസങ്ങളിൽ കാണുന്നില്ല. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ധനസഹായം എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ മുമ്പ് ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് അത് മറന്നുപോയതോ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം അനേകം പ്രാവശ്യം ചോദിച്ചിട്ടും തിരിച്ചു കിട്ടാതിരുന്ന പണം ഇനി കിട്ടില്ല എന്ന് ധരിച്ച് അതിനെ മറന്നതോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വായ്പയ്ക്ക് അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ വായ്പയ്ക്ക് അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ അത് ലഭിക്കുന്നതോ, അതുമല്ലെങ്കിൽ നേരത്തെ ചോദിച്ച പണം അപ്രതീക്ഷിതമായി ആരെങ്കിലും കടമായി പെട്ടെന്ന് തരാൻ തീരുമാനിക്കുകയും അത് ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനപരമായ നേട്ടം തന്നെയാണ് തുടക്ക ദിവസങ്ങളിലുള്ളത്. എന്നാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നട്ടെല്ല് സംബന്ധമായിട്ട്, അതായത് അരക്കെട്ടിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി മേടക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് നേരത്തെ തന്നെ നട്ടെല്ലു വേദനയോ അല്ലെങ്കിൽ സയാറ്റിക് പ്രോബ്ലമോ എന്തെങ്കിലുമൊക്കെ ഉള്ളത്, അതായത് നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്ത് തേയ്മാനം വരുമ്പോൾ ഒരു നെർവിനെ ബാധിക്കുകയും അത് തുടയുടെ പിൻവശം, കാൽപാദങ്ങൾ, കാലിൻ്റെ അടിവശം, ഇവിടെയൊക്കെ കാൽപാദങ്ങളുടെ അടിവശത്തൊക്കെ മരവിപ്പുണ്ടാകാൻ സാധ്യതയുള്ള ഒരവസ്ഥയുണ്ട്. അത്തരം അവസ്ഥകളൊക്കെ വേണമെങ്കിൽ മൂർച്ഛിക്കാം ഈ സമയത്ത്. തുടക്ക ദിവസങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടവും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 2-ാം തീയതി ഉച്ചസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതിനാൽ, ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തന്നെ വന്നിരിക്കുന്നതിനാൽ ധനപരമായ നേട്ടമുണ്ടാകും എന്ന കാര്യത്തിൽ വളരെ വലിയ ഈശ്വരാധീനമുണ്ട്. അതുപോലെ തങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ധനപരമായി എന്തെങ്കിലും മോശാവസ്ഥയിലായിരുന്ന സമയത്ത് കുടുംബത്തിൽ നടത്താതിരുന്ന പല കാര്യങ്ങളും നടത്താൻ സാധിക്കും. വീട് മോടി പിടിപ്പിക്കാൻ സാധിക്കുക, മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സാധിക്കുക, വീട്ടുകാരുടെ ഇടയിലുള്ള വ്യക്തികൾക്ക് മംഗളകർമ്മങ്ങൾ നടത്തിക്കൊടുക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, വാഹനം പുതിയത് വാങ്ങാൻ സാധിക്കും. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഇവർക്ക് ആദ്യ പകുതിയേക്കാൾ കൂടുതൽ ഗുണകരം. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിൽ ആദ്യ ദിവസങ്ങളും അതുപോലെ ആഴ്ചയുടെ 2-ാം പകുതിയിലെ ദിവസങ്ങളും വളരെ ഗുണകരമാണ്. കർമ്മരംഗത്ത് വളരെ ശോഭനീയമായ അവസ്ഥ ആഴ്ചയുടെ 2-ാം പകുതിയിൽ കാണുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക, അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും പ്രണയ സംബന്ധമായ കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനം ഉണ്ടാവുക, ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് വിനോദ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വളരെ മനോഹരമായ സ്ഥലങ്ങളിലോ പോകാനും മനസ്സിന് സമാധാനം ലഭിക്കാനും ഒരു വല്ലാത്ത ആനന്ദം ലഭിക്കാനുമൊക്കെ ഇടം നൽകുന്ന അവസ്ഥകൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നുണ്ട്. രോഗസംബന്ധമായ കാര്യങ്ങൾ കൂടുതലും കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, നട്ടെല്ല് സംബന്ധമായ കാര്യങ്ങളിൽ തുടക്ക ദിവസങ്ങൾ തന്നെ ഉണ്ടാവാം. അതുപോലെ ആദ്യ പകുതിയിലെ ദിവസങ്ങളിൽ തന്നെയാണ് പിതാവിനും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ മറ്റോ ഉണ്ടാകാം. ചില യാത്രകൾ ചിലപ്പോൾ മുടക്കേണ്ടി വരും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസത്തിന് ശേഷം. പൊതുവെ ഈ ആഴ്ചയിൽ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയങ്ങളും കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും ഒപ്പം ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം, മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-ാം തീയതി രാവിലെ 7:30 മണിക്ക് ശേഷം 5, 6, 7, 8 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം വളരെ വലിയ ചില മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളെ സംഗമിക്കാൻ സാധിക്കുകയോ ചെയ്തു എന്ന് വരാം. ജോലി സംബന്ധമായ കാര്യങ്ങളാണ് പ്രധാനമായും അത്തരം വ്യക്തികളെ കാണുന്നതായി ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണാൻ സാധിക്കും. ചിലപ്പോൾ അത് വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആ ദിവസം കാണുകയും അതിനെ വിവാഹം കഴിക്കാൻ തോന്നുകയും ചെയ്യുന്ന അവസ്ഥ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശുഭകരമായി മുന്നോട്ട് പോകുന്നൊരവസ്ഥ കാണുന്നു. അതുപോലെ പ്രണയിക്കുന്ന വ്യക്തികൾ തമ്മിലും ഈ ഒരു അവസ്ഥ കാണുന്നുണ്ട്. തങ്ങൾക്ക് കുറേ നാളായി കാണാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് പരസ്പരം കാണാൻ സാധിക്കുന്നൊരവസ്ഥ കാണുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ്, വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ തടസ്സമുണ്ടായിരുന്നതിന് മാറ്റം വരുന്നതായി കാണുന്നു. ഈ തുടക്ക ദിവസം
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ അതനുസരിച്ച് അത് ശുഭകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായി കാണുന്നു. ആഴ്ചയുടെ തൊട്ടടുത്ത ദിവസങ്ങൾ, ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ അപ്രതീക്ഷിതമായി ധനസഹായം ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇടവം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങൾ മുഖേന പണം വരാം. അതായത് മാതാവിൽ നിന്ന് പണം ലഭിക്കാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ജോലി ലഭിക്കുകയോ അവർക്ക് എന്തെങ്കിലും വരുമാനം ലഭിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പണം ലഭിക്കാം. സഹോദരി, അതുപോലെ മകൾ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ, ഇവരിൽ നിന്നൊക്കെ പണം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികൾക്ക്, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്ക്, ഇടവക്കൂൽപ്പെട്ട പുരുഷന്മാരുടെ സഹോദരി സ്ഥാനത്തുള്ള വ്യക്തികൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഉദരവുമായി ബന്ധപ്പെട്ടോ യൂട്രസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അത്തരം പ്രശ്നങ്ങൾ. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം വീട് മാറ്റത്തിന് സാധ്യതയുണ്ട്. പുതിയൊരു ഭവനത്തിലേക്കോ പുതിയൊരു ഓഫീസ് കെട്ടിടത്തിലേക്കോ ഒക്കെ ഇവരുടെ പ്രവർത്തനങ്ങൾ മാറാം, അല്ലെങ്കിൽ താമസം മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയുടെ കാര്യത്തിലോ പഠനത്തിൻ്റെ കാര്യത്തിലോ അനുകൂലമായ തീരുമാനം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് പ്രവർത്തനങ്ങളിൽ ഇവർക്ക് കൂടുതൽ ഗുണം. പ്രവർത്തനങ്ങളിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മികവുറ്റ ദിനങ്ങൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ്. താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ ഇവർക്ക് തങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചുകൂടി മികവോടെ ചെയ്യാൻ സാധിക്കുമെന്ന് കാണുന്നു. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ ഇവർക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. പിതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ ചില ഗൗരവതരമായ തീരുമാനങ്ങൾ ആഴ്ചയുടെ 2ാം പകുതിയിൽ ഇവർ കൈക്കൊള്ളണം, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോ അല്ലെങ്കിൽ അവരുടെ സന്താനങ്ങൾക്കോ വിദ്യാഭ്യാസ സംബന്ധമായി ഉണ്ടാകാം എന്ന് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാതുരമായ അവസ്ഥകൾ വരാൻ സാധ്യത ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷമാണ്. പ്രത്യേകിച്ചും ഉദരരോഗമോ അല്ലെങ്കിൽ വസ്തിപ്രദേശത്ത് പൈൽസ്, ഫിസ്റ്റുല പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്, അല്ലെങ്കിൽ അത്തരം രോഗങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 1-ാം തീയതി താരതമ്യേന ഭേദപ്പെട്ട ദിവസമാണ്. അടുത്തത് 6 സന്ധ്യ കഴിഞ്ഞ് 6-ാം തീയതി സന്ധ്യയും വളരെ നല്ലതാണ്. 6-ാം തീയതി സന്ധ്യ വരെ നല്ല ദിവസമാണ് ഇവർക്ക് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതിയാണ് കൂടുതൽ ഗുണകരം. കഴിഞ്ഞ കുറേ കാലമായി തുടങ്ങാനിരുന്ന പ്രവർത്തനങ്ങൾ ഇവർക്ക് നിർലോഭം മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ഗുണമുണ്ടാകും. സാങ്കേതികമായി എന്തെങ്കിലും തരത്തിലുള്ള അപര്യാപ്തത ഉണ്ടായിരുന്നതിന് മാറ്റമുണ്ടാകുന്നു. പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള വിഭവശേഷിയോ കാര്യശേഷിയോ ഉള്ള പ്രവർത്തകരെ കിട്ടുന്നു. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് സുഗമമായി പോകാൻ സാധിക്കുന്ന ഒരു ഉറപ്പ്, ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ടാകുന്നു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. സാമ്പത്തികമായി നേട്ടം കാണുന്നുണ്ട്. കടബാധ്യതയിൽ നിന്ന് മോചനം, നിറവേറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റാൻ സാധിക്കുന്ന അവസ്ഥ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ആദ്യ പകുതിയിൽ കാണുന്നുണ്ട്. വരുമാനമാർഗം വർദ്ധിക്കുന്നു. തങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. കടബാധ്യത എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പണം ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, അതായത് ആദ്യ പകുതി. അതുപോലെ ഉദര സംബന്ധമായോ മറ്റെന്തെങ്കിലും രോഗമോ കൊണ്ട് ശരീരത്തിന് മൊത്തത്തിൽ ഒരു ആലസ്യം ബാധിച്ചിരുന്ന അവസ്ഥയ്ക്കും മാറ്റം ആഴ്ചയുടെ ഈ ദിവസങ്ങളിൽ വരുന്നു. കലഹം ഉണ്ടായിരുന്ന വ്യക്തികൾ അത് അവസാനിപ്പിച്ച് വരുന്നു. ശത്രുതയുള്ളവർ അതിൻ്റെ ഒരു അവസ്ഥ മാറി മിത്രഭാവത്തിലേക്ക് വരുന്നു. ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന കലഹങ്ങളും മാറുന്നതായിട്ടാണ് കാണുന്നത്. ജോലി സ്ഥലത്തുണ്ടായിരുന്ന ചില വലിയ പാകപ്പിഴകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടുന്ന അവസ്ഥയുമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ആഴ്ചയുടെ 2ാം പകുതിയിൽ ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന കലഹമോ പ്രശ്നമോ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ 2ാം പകുതിയിൽ കാണുന്നുണ്ട്. അതുതന്നെ ഇവർക്ക് മാനസിക വിഷമത്തിനോ ചിലപ്പോൾ ഇവരുടെ ജോലിയിൽ കൃത്യമായി ഇവർക്ക് മനസ്സർപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയോ വന്നേക്കാം ആഴ്ചയുടെ 2ാം പകുതിയിൽ. ശാരീരികമായ അവശത പ്രധാനമായും വരാൻ സാധ്യത കാണുന്നത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ്. പിതാവിനും ചില അവശതകൾ ഉണ്ടാകാം. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം ആഴ്ചയുടെ 2ാം പകുതിയിൽ, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. എന്നാൽ തുടക്ക ദിവസങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ സാമ്പത്തിക ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുമെന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി സൂക്ഷിക്കേണ്ടത് ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ മാറിട ശാരീരിക സ്ഥലങ്ങളിൽ ഉണ്ടാകാവുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനോ പ്രശ്നമോ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വിരളമല്ല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ, അലർജി സാഹചര്യങ്ങളിൽ കഴിയുന്നവരും
പൊടിപടലങ്ങൾ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്നവരുമൊക്കെ പ്രത്യേകമായ നിഷ്കർഷകൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 31, 1, 2, 3, 4 രാവിലെ 7:30 വരെയും ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഗുണകരം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇവർക്ക് ഇവരുടെ മാനസിക ശാരീരികമായി കുറച്ചുകൂടി ഊർജം ലഭിക്കത്തക്കവണ്ണം, കുറച്ചുകൂടി ഈശ്വരാധീനം ലഭിക്കത്തക്കവണ്ണമുള്ള ഒരവസ്ഥ വന്നിട്ടുള്ളതായി കാണുന്നു. തടസ്സങ്ങൾ പ്രധാനമായും മാറുന്നു. ഇവരുടെ വ്യത്യസ്ത കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ, പ്രധാനമായും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് എന്തെങ്കിലും സാങ്കേതിക പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം വരുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ് അത് കൂടുതൽ പ്രകടമാവുക. അതുപോലെ തന്നെ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ പ്രകടമാകുന്ന മറ്റൊന്ന്, വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനുണ്ടാകുന്ന തടസ്സം മാറുന്നു. വിദേശത്ത് ജോലിയുള്ള ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുള്ള തടസ്സങ്ങളും മാറുന്നതായിട്ടാണ് കാണുന്നത്. കാലക്രമേണ വലിയ ഒരു നിലയിലേക്ക് ഉയരാൻ തക്കവണ്ണമുള്ള ചില അടിസ്ഥാന ഉറപ്പുകൾ അവിടെ നിന്ന് കിട്ടുന്നതായി കാണുന്നു ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ. അതുപോലെ ശാരീരികമായി കുറച്ചുകൂടി ബലം, രോഗാതുരമായ അവസ്ഥയ്ക്ക് അന്ത്യം, പൊതുവേ ഉണ്ടായിരുന്ന ആലസ്യം മനസ്സിൻ്റെയും അതുവഴി ശരീരത്തിനും ഉണ്ടായിരുന്ന ഒരു മന്ദത, ഇതൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്, പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതി മുതൽ. അതുകൊണ്ട് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആഴ്ചയുടെ രണ്ടാം പകുതിയാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കൂടുതൽ ഗുണകരമായ അവസ്ഥകൾ യാത്ര കൊണ്ടും മറ്റും ഇവർക്ക് കിട്ടുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാതുരമായ അവസ്ഥ ഇപ്പോൾ സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ ഇവർക്കും തുട, കാൽമുട്ട് ഈ ഭാഗങ്ങളിൽ ശാരീരികമായ ചില അസ്കിതകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് വാതസംബന്ധമായ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉള്ളവർക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പേശികൾക്ക് സങ്കോചമോ ചലന സ്വാതന്ത്ര്യത്തിന് അല്പം കുറവോ ഒക്കെ സംഭവിക്കാം. അത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായി വരിക. അല്ലെങ്കിൽ പാദങ്ങളിൽ എന്തെങ്കിലും മുറിവോ പ്രശ്നങ്ങളോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവയെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്, അതായത് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6 സന്ധ്യ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾ, ആദ്യ പകുതി പ്രധാനമായും സൂക്ഷിക്കണം. മാതാവിനോടൊത്തുള്ള യാത്ര, അല്ലെങ്കിൽ മാതൃ കുടുംബത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, മാതാവുമായി കലഹമുണ്ടാവുക, മാതാവിനോ മാതാവിൻ്റെ സുഹൃത്തുക്കൾക്കോ മാതാവിൻ്റെ സഹോദരങ്ങൾക്കോ ഉണ്ടാകുന്ന ശാരീരികമായ അവസ്ഥ, അല്ലെങ്കിൽ മാതൃരക്തത്തിൽപ്പെട്ടവർ, കുഞ്ഞമ്മ, വലിയമ്മ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളവരുടെ ശാരീരികമായ അവസ്ഥ, ചിലപ്പോൾ അവർക്കുണ്ടാകാവുന്ന മറ്റു ചില ക്ഷതങ്ങൾ, ഇതൊക്കെ ഇവരുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുമെന്ന് കാണുന്നു. സന്താനങ്ങൾക്കും അത്ര നല്ലതല്ല ആഴ്ചയുടെ ആദ്യ പകുതി. രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമാണ് പ്രധാനമായും കാണുന്നത്. അതുപോലെ കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ്. സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ശേഷി ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് കൈവരിക്കാനാകും. അതുകൊണ്ട് തന്നെ ഇവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിവർത്തിക്കാൻ സാധിക്കുന്നതായും കാണുന്നുണ്ട്. അതുപോലെ ശരീരത്തിനുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആവതില്ലായ്മ, അതിനും ഒരു മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തികളിൽ നിന്നുണ്ടായിരുന്ന ചില മാനസിക വൈഷമ്യങ്ങളും അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ചില പ്രധാന പ്രവർത്തനങ്ങളിൽ ഇവർ നേരത്തെ മുന്നോട്ട് വച്ചിരുന്ന അഭിപ്രായങ്ങൾക്ക് ഒരുതരം തിരസ്കാരമോ നിരാസമോ ഉണ്ടായിരുന്നത് മാറുന്നതായിട്ടും, തങ്ങളുടെ, അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വളരെ കഴിവുള്ള ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് സ്വന്തം പ്രവർത്തനങ്ങളിൽ ഇവർക്കു തന്നെ ആത്മവിശ്വാസം ലഭിക്കുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ശാരീരികമായി ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഇവർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉദരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ലൂസ് മോഷൻ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയോ ദഹന സംബന്ധമായ എന്തെങ്കിലും കുഴപ്പമോ ഉണ്ടാകാം. ആഴ്ചയുടെ ആദ്യ പകുതിയിലാണ് അത് കൂടുതൽ പ്രകടമാകുന്നത്. അതുപോലെ തന്നെ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്ന് കാണുന്നു. പ്രത്യേകിച്ച് മാതാവോ മാതാവിൻ്റെ ബന്ധത്തിൽപ്പെട്ടവരുമായി ബന്ധപ്പെട്ടവരോ, അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രായമുള്ള വ്യക്തികളുമായി സഞ്ചരിക്കുമ്പോഴോ വളരെ ശ്രദ്ധിക്കണം എന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം, ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4 രാവിലെ 7:30 മുതൽ 5, 6 സന്ധ്യ വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്.
കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെ സജീവമായ ചില അവസ്ഥകൾ ഇവർക്കുണ്ടായിരുന്നെങ്കിലും ചില മേലധികാരികളുടെ അഭിപ്രായ വ്യത്യാസം മൂലം അതിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ സാമ്പത്തികമായ നേട്ടം ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തന്നെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇവർ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ അത്രത്തോളം ലഭിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു 60-65% വിധത്തിൽ ആഗ്രഹ സഫലീകരണം നടക്കുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികം ഇവർക്ക് ലഭിക്കുന്നു, അതിൻ്റെ പിന്നാലെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നു. ചില പുതിയ സംരംഭങ്ങളിൽ പണം ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളിലും ഒരു 65% മേൽ ഇവർക്ക് വിജയമുണ്ടാകുന്നതായിട്ടും പ്രതീക്ഷകൾ പൂവണിയുന്നതുമായിട്ടാണ് കാണുന്നത്. ആഗ്രഹിച്ച വ്യക്തികളുമൊത്തുള്ള ചില സന്നാഹങ്ങൾ, ചില സംരംഭങ്ങൾ ചിലപ്പോൾ നടക്കണമെന്നില്ല. എന്നാൽ പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ഗുണമാണ് കാണുന്നത്. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഒറ്റയ്ക്ക് തുടങ്ങുന്നതായിരിക്കും തുടക്കത്തിൽ നല്ലത് എന്ന് കാണുന്നു. അത്തരം കാര്യങ്ങളിൽ ചിലരുടെ ഉപദേശങ്ങളൊക്കെ ഇവർ ആരായുന്നത് വളരെ ഗുണകരമായിരിക്കുമെന്ന് കാണുന്നു. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ വലിയ യന്ത്രസാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ പൊള്ളലേൽക്കാനോ വൈദ്യുതാഘാതമേൽക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ വേണം. സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ സഹോദരന്മാരോടും ഇടയാനുള്ള സാധ്യത കാണുന്നു. അവരിൽ നിന്നൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള കലഹമോ മാനസിക വൈഷമ്യമോ, ചിലപ്പോൾ ചിലരുമായി ബന്ധപ്പെട്ടെങ്കിലും പോലീസ് സ്റ്റേഷനോ കോടതിയോ ഒക്കെ കയറേണ്ട അവസ്ഥ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രത്യേക സംരക്ഷണവും പ്രത്യേക ഉത്തരവാദിത്വവും വേണം എന്ന് ശഠിക്കുന്നു. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരിൽ, കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ശാരീരികമായ ചില അവശതകൾ, പ്രത്യേകിച്ചും വാദസംബന്ധമായ അസുഖങ്ങൾ, രക്തം പരിശോധിക്കുമ്പോൾ ഈ ചില പ്രത്യേക ഘടകങ്ങൾ, ഹീമോഗ്ലോബിൻ പോലുള്ള ഘടകങ്ങൾ കുറവായിരിക്കുകയും അതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന കിതപ്പ് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ടാകുന്ന നേരിയ കുറവ്, ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായം തേടുകയും ചികിത്സ ചെയ്യുകയും വേണമെന്ന് പറയുന്നു കന്നിക്കൂറുകാരോട്. ജീവിത പങ്കാളിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ നക്ഷത്രക്കാർക്കും ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പൊതുവെ സാമ്പത്തികമായ ഒരു വർധനവ് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായി വരും എന്ന് തന്നെ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 31-1 പിന്നെ 6-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സന്ധ്യ വരെയുള്ള സമയവും നല്ലതാണ്. പ്രധാനമായും 31-1 കന്നിക്കൂറിന് വളരെ ഗുണകരമായ ദിവസങ്ങൾ താരതമ്യേന. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്ന് കുറച്ചുനാളൊന്ന് അകന്നു നിൽക്കേണ്ടി വരും ഈ ആഴ്ചയിൽ. പ്രത്യേകിച്ചും ആ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷമാണ്, ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. എങ്കിലും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ജാഗരൂകരായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വളരെ ശക്തിമത്തായി മുന്നോട്ട് പോകുമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇവരെ തോൽപ്പിക്കാം അല്ലെങ്കിൽ ഇവരുടെ കർമ്മരംഗത്തു നിന്ന് ഇവർക്ക് നഷ്ടം വരുത്താം എന്ന് വിചാരിച്ചിരുന്ന വ്യക്തികൾക്കും മറ്റും തോറ്റുപോകേണ്ടി വരുമെന്ന് കാണുന്നു. അതുപോലെ ഇവരെ സഹായിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. അവർ ഇവരുടെ മേലധികാരികളോടും ഇവരെ സഹായിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന സംരംഭകരോടുമൊക്കെ തന്നെ ശുപാർശ ചെയ്യുകയും കൂടുതൽ സാമ്പത്തികം ഇവരിലേക്ക് വരാൻ സാധ്യതയും കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന മന്ദതാ മനോഭാവം മാറുന്നു. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് സ്വന്തം കഴിവുകൾ അർപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷം. ആഴ്ചയിലെ ആദ്യ 2 ദിവസം വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ പരമാവധി ശ്രദ്ധ വേണം. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് ആരോടെങ്കിലും ഒക്കെ കയർക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളോടും അയൽവക്കക്കാരോടുമൊക്കെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. അല്ലെങ്കിൽ സഹായിക്കാൻ വരുന്നവരോടും അത്തരം ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധനയും അതുപോലെ തന്നെ ഒരു ആത്മനിയന്ത്രണവും വേണം എന്നാണ് പറയേണ്ടുന്നത്. പ്രത്യേകിച്ചും ഈ തുലാക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം സമാധാനപൂർവമായി പ്രവർത്തിക്കാനും ഏറ്റവും നന്നായി കാര്യങ്ങളിൽ ഇടപഴകാനും ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്
പൂർവാധികം ഭംഗിയോടുകൂടി അത് നിറവേറ്റാനുമൊക്കെ സാധിക്കുന്ന ഒരു സവിശേഷമായ അവസ്ഥ ഉണ്ടാകുമെന്ന് തന്നെ കാണുന്നു. ധനപരമായി നേട്ടം ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മുഖം വളരെ ശ്രദ്ധിക്കണം. മുഖത്ത് ജലജന്യമായ അസുഖങ്ങളുണ്ടാകാം. നീർവീഴ്ച മൂലമുണ്ടാകാവുന്ന വീക്കം മുഖത്തുണ്ടാകാം. കണ്ണുകൾക്കോ മൂക്കിനോ അല്ലെങ്കിൽ മോണകൾക്കോ പല്ലിനോ ചെവിക്കോ ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. ഇൻഫെക്ഷനാണ് കൂടുതലും വരാൻ സാധ്യത. അത് പ്രത്യേകിച്ചും മൂക്ക്, കണ്ണ്, മോണ, നാക്ക് ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനോ മുറിവോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 രാവിലെ 7:30 വരെയും താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായ അവസ്ഥ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുവരെ ഇല്ലാതിരുന്ന ഒരു വിജയം തങ്ങൾ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രവർത്തിക്കുകയും അതിന് കിട്ടുന്ന റിസൾട്ടിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് ഇവരുടെ കഴിവുകൾ വളർത്താനും വളരെ കർമ്മരംഗം വളരെ സജീവമാകാനും പ്രവർത്തനക്ഷമതയും അതുപോലെ തന്നെ ഫലപ്രാപ്തിയും കൂടുതൽ എത്തിക്കാനും സാധിക്കുന്ന തരത്തിൽ ഒരു ഭാഗ്യം, ഒരു ഈശ്വരാധീനം ഇവരിലേക്ക് കൈവരുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം അനുകൂലമായി മാറുന്നു. അതുപോലെ വിദേശത്തു നിന്ന് ആരെങ്കിലുമൊക്കെ സാമ്പത്തികമായി സഹായിക്കാം എന്ന് ഏറ്റിരുന്നതിൽ ആ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നു. വിദേശത്ത് പോകാൻ സാധിക്കുന്നു. അത് ജോലിക്ക് വേണ്ടിയായാലും പഠനത്തിന് വേണ്ടിയായാലും. അതുപോലെ തങ്ങളുടെ പിതാവിനുണ്ടായിരുന്ന ചില മാനസിക വിഷമങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ രക്ഷാകർതൃ സ്ഥാനത്ത് ആരാണോ ഉണ്ടായിരുന്നത് അവർക്ക് തങ്ങളുടെ ചില പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന മതിപ്പ് കുറവ് മാറുന്നതായി കാണുന്നു. മംഗളസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഗുണമുണ്ടാകുന്നു. ആഴ്ചയുടെ 2ാം പകുതി, ആദ്യ ദിവസവും 2ാം പകുതിയും വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്ന അവസ്ഥ, ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് വിനോദസഞ്ചാരത്തിനോ മനസ്സിന് ഉല്ലാസം നൽകുന്ന സ്ഥലങ്ങളിലോ പോകാനുള്ള അവസ്ഥ, തങ്ങൾ ആരെയൊക്കെയാണോ മുമ്പ് ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുള്ളത് അവരോടൊക്കെ ഒരുമിച്ച് പോകാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകൽ, ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉണ്ടാകുന്നു. പൊതുവെ ഭാഗ്യം വർദ്ധിക്കുന്നു. അനാരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഉദര സംബന്ധമായിട്ടാണ് കാണുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട യാത്രയ്ക്ക് തടസ്സമായി ഈ പറയുന്ന ദഹനക്കേടിൻ്റെയോ അല്ലെങ്കിൽ പൈൽസ്, ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങളുടെയോ വസ്തിപ്രദേശത്തുണ്ടാകുന്ന എന്തെങ്കിലും അസ്വസ്ഥതയുടെ ഫലമായി ചിലപ്പോൾ അങ്ങനത്തെ അവസ്ഥകൾ മാറ്റിവെക്കൽ, യാത്ര മാറ്റിവെക്കൽ, പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ പൂർണ്ണമായി പങ്കെടുക്കാൻ സാധിക്കാതെ ഇരിക്കൽ പോലെയുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തങ്ങളുടെ മാതാവിനും ആരോഗ്യം അത്ര നല്ലതല്ല എങ്കിലും പഴയതിൻ്റെ അത്ര ഒരു ഗൗരവം അതിനില്ല, കുറേയൊക്കെ കുറഞ്ഞു വരുന്നുവെന്നും കാണുന്നുണ്ട്. സന്താനങ്ങളെ ചൊല്ലിയും പൊതുവെ ഭാഗ്യത്തെ ചൊല്ലിയുമുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുന്നു. സന്താനങ്ങളുടെ പഠന സംബന്ധമായ വിഷയത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 1-ാം തീയതി 31 നല്ലതാണ്. അതുപോലെ 4-ാം തീയതി രാവിലെ 7:30 മുതൽ 5-6 സന്ധ്യ വരെയും ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഗുണകരമായ സ്ഥിതിവിശേഷം നിൽക്കുന്നുണ്ടെങ്കിലും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ആണ് ഇവർക്ക് കൂടുതൽ ഗുണകരമെന്ന് പറയുമ്പോൾ അത് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ഇവരുടെ ഈ മനസ്സിൻ്റെ ഉറപ്പിക്കലാണ്. നാനാവിധത്തിൽ ആക്ഷേപങ്ങളും വിമർശനങ്ങളും കേട്ടുകൊണ്ട് നിൽക്കുന്ന ഇവർക്ക് കുറച്ച് മനസ്സ് ഉറപ്പിക്കാൻ സാധിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷമാണത് അത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുക. ധനപരമായി നേട്ടമുണ്ടാകുന്ന തരത്തിൽ തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ വിജയം കൊയ്യാൻ അവർക്ക് സാധിക്കുന്നു. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കുന്നു. അതുപോലെ തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധാരണ പരത്തുകയും തങ്ങളുടെ മതിപ്പിനെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. മറ്റുള്ളവർ ഇവരെ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സാമാന്യം കുറവ് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും മറ്റുള്ളവർ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്ന വിമർശനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അവരുടെ പ്രാർത്ഥന ഈശ്വരൻ കൈക്കൊള്ളുന്നതായിട്ടാണ് കാണുന്നത്. ഓർക്കാപ്പുറത്ത് ഇവർക്ക് ധനം വരുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ
ആദ്യ 2 ദിവസങ്ങൾക്കു ശേഷം ധനപരമായ നേട്ടമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് ചില വിജയം ഇവരുടെ ഭാവി ജീവിതത്തിൽ ജോലിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതായിട്ടുമൊക്കെ ഇവർക്ക് അനുഭവപ്പെടുന്നു. പൊതുവെ ഗുണകരമെന്ന് വിശേഷിപ്പിക്കാം. അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നും കാണുന്നുണ്ട്. സാമ്പത്തികം പെട്ടെന്ന് വരുന്നുണ്ടെങ്കിലും ഇവരുടെ ചിലവ് വർദ്ധിച്ചിരിക്കുന്നതിനാൽ അത് വീണ്ടും നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ വീണ്ടും അത് ചിലവ് കടം ബാധ്യത മാറ്റുമെങ്കിലും വീണ്ടും പണം സംഭരിച്ച് കയ്യിൽ നിൽക്കുന്ന അവസ്ഥയ്ക്ക് ഹാനി സംഭവിക്കും എന്ന് തന്നെയാണ് കാണേണ്ടത്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായ ചില കാര്യങ്ങൾ ഇവർക്ക് ഗുണമുണ്ടാകും. പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായി ശത്രുക്കളുടെ സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ ഇവരെ മുമ്പ് ഉപദ്രവിച്ചിരുന്നവരുടെ ഭാഗത്തു നിന്നോ ഒക്കെ ആയിരിക്കും ഇവർക്ക് ഈ സമയത്ത് സഹായം ഉണ്ടാവുക എന്നും ചിന്തിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 രാവിലെ 7:30 വരെയും 4-ാം തീയതി രാവിലെ 7:30 വരെയും ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. തടസ്സപ്പെട്ടിരുന്ന പല പ്രവർത്തന രംഗങ്ങൾക്കും അനുകൂലമായ മാറ്റമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തങ്ങളുടെ സംരംഭത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യാത്രയോ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് പുതിയ ചില കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലോ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. വിവാഹത്തിൻ്റെ തടസ്സങ്ങളും മാറുന്നു. അനുകൂലമായ വധുവിനെ അല്ലെങ്കിൽ വരനെ കണ്ടെത്താൻ സാധിക്കുന്നു. പ്രണയ സങ്കല്പങ്ങൾക്കും ഒരു പുതിയ അർത്ഥം കൈവരുന്നു. തങ്ങൾക്കിഷ്ടപ്പെട്ട വ്യക്തിയെ കാണുവാനും അവരുമായി സംഗമിക്കുവാനും വിവാഹകാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്നു. പഠന സംബന്ധമായ കാര്യങ്ങളിൽ പുതിയ ചില ദിശാബോധങ്ങൾ തെളിയുന്നു. ജോലി സംബന്ധമായ പരീക്ഷകൾക്ക് വേണ്ടിയും അഭിമുഖങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നവർക്കും പുതിയ ഗുണമാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. തുടക്കത്തെ 2 ദിവസങ്ങൾ എല്ലാ അർത്ഥത്തിലും നേട്ടമാണ് കാണുന്നത്. അത് സാമ്പത്തിക നേട്ടമാവാം, പ്രവർത്തനങ്ങളിലെ വിജയമാവാം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കലാവാം. അത് കഴിഞ്ഞാൽ ആഴ്ചയുടെ അവസാനത്തെ 2.5 ദിവസങ്ങളോളം ഇവർക്ക് വളരെ ഗുണകരമാണ്. മനസ്സിന് വളരെ സമാധാനം ലഭിക്കുന്ന, എന്നാൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തിയായി ഏറ്റവും പ്രവർത്തനക്ഷമതയോടുകൂടി ക്രിയേറ്റീവായി നിൽക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ സഹോദര സ്ഥാനത്തുള്ളവരോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോടോ അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ചേർന്ന് പുതിയ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അവരുടെ വിഷമഘട്ടങ്ങളിൽ അവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് അവരിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് സഹായം ലഭിക്കുകയോ ചെയ്യുന്നു. ചില ചെറിയ യാത്രകൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നടത്തുകയും അത് വിജയത്തിലെത്തുകയും ചെയ്യുന്നതായി കാണുന്നു. ഭൂമി സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം അമിതമായ ചിലവുണ്ടാകുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. അത് പ്രധാനമായും കാണുന്നത് ജീവിത പങ്കാളിയുടെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലാവാം. മകരക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മകരക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ ശാരീരികമായ പ്രശ്നങ്ങൾക്ക് പണം മുടക്കേണ്ടി വരും എന്ന് കാണുന്നു. ചിലപ്പോൾ ഒരു ചെറിയ ദിവസത്തേക്കെങ്കിലും ചെറിയ സമയത്തേക്കെങ്കിലും ആശുപത്രി വാസവും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 31, പിന്നെ 4 രാവിലെ 7:30 ശേഷം 5, 6 സന്ധ്യ വരെയും ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടമാണ് പ്രധാനം. അതുവരെ ലഭിക്കാതിരുന്ന വായ്പ അനുവദിച്ചു കിട്ടുക, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരിൽ നിന്ന് പണം കിട്ടുക, അതുമല്ലെങ്കിൽ ഒരിക്കലും തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, പല കാരണങ്ങളാൽ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുക, ശത്രുക്കളെ മാറ്റിയെടുക്കാൻ സാധിക്കുക, ശത്രുക്കൾ മിത്രങ്ങളായി മാറുക, വിവാഹ ബന്ധത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുക, ദാമ്പത്യത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുക തുടങ്ങി നിരവധി പോസിറ്റീവായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏകദേശം 4-4.5 ദിവസങ്ങൾ ഗുണകരമാണ്. ശേഷം ഒരു 2-2.5 ദിവസങ്ങൾ അധിക ചെലവിൻ്റെ ദിവസങ്ങളായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിരുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കാൻ സാധിക്കാത്ത ദിവസങ്ങളാവാം അവ.
ഈ കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ മാതാവ്, മകൾ, ഭാര്യ, സുഹൃത്ത്, സഹോദരി ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും അവശതയുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് ഇവർക്ക് സജീവമായി ഇടപെടേണ്ടി വരും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്ന് കാണുന്നു. അതുമായി ബന്ധപ്പെട്ട് മാനസികമായി വൈഷമ്യമുണ്ടാവുകയോ ശാരീരികമായോ പണപരമായോ അധ്വാനിക്കേണ്ടി വരുന്നതായോ കാണുന്നു. അതുപോലെ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അലർജി, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് പണം മുടക്കേണ്ടി വരും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും എന്ന് കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ ആഴ്ചയുടെ ആദ്യ പകുതി ഇവർക്ക് പ്രവർത്തന സംബന്ധമായും ധനപരമായും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ കാര്യത്തിലുമൊക്കെ ഗുണകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 31, 1, 2, 3, 4 4-ാം തീയതി രാവിലെ 7:30 വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം തങ്ങൾക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി കുടുംബത്തിലായാലും ഇടപെടുന്ന സമൂഹത്തിലായാലും ചില പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. പ്രത്യേകിച്ചും ധനം നേടിയെടുക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഇവരുടെ സ്ഥിരമായ തൊഴിലോ അല്ലെങ്കിൽ അഡീഷണലായി സമാന്തരമായി ഇവർ ചെയ്യുന്ന മറ്റ് കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തന രംഗമോ തടസ്സപ്പെട്ട് കിടന്നിരുന്നതിനൊരു മാറ്റം വരുന്നു. നേരത്തെ പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു എന്നല്ല, അത് ഭാഗികമായെങ്കിലും തടസ്സപ്പെടുകയോ ഭാഗികമായെങ്കിലും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കാതെ ഇരിക്കലോ സംഭവിച്ചിട്ടുണ്ടാകും. അതിന് മാറ്റമുണ്ടാകുന്നു ഈ ഈ ആഴ്ചയിലെ തുടക്ക ദിവസങ്ങളിൽ. പ്രവർത്തന സംബന്ധമായാണ് മാറ്റം കൂടുതലും. തുടക്കത്തിലെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ശരാശരി നിലവാരത്തിൽ പോകുമെങ്കിലും പിന്നീട് വരുന്ന ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രധാനമായും സാമ്പത്തിക നേട്ടം തന്നെയാണ്. പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി, കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. തങ്ങളുടെ മേലധികാരികളായാലും സഹപ്രവർത്തകരായാലും അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് അവർക്കായാലും അത് സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന തരത്തിൽ ആ കർമ്മങ്ങൾ വളരെ സംതൃപ്തിയേകുന്നതായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മികവ് സാമ്പത്തിക വർധനവായി പരിണമിക്കുന്നു. അതുപോലെ തന്നെ ലാഭം ഉണ്ടാക്കുന്ന മറ്റു ചില പദ്ധതികളും ഇവർ ആവിഷ്കരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് വരുമാനം വന്നു തുടങ്ങുന്നു. ആഴ്ചയുടെ തുടക്ക 2 ദിവസങ്ങൾ പിതാവിന് എന്തെങ്കിലും ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകാം. അത് പ്രായഭേദമന്യമനുസരിച്ച് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ബാധിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരവസ്ഥ കാണുന്നു. ഒരിക്കലും കിട്ടില്ല, നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഭാഗ്യം അനുകൂലമായി വന്ന് അവർക്ക് അത് ലഭിക്കുകയോ ധനപരമായി നേട്ടമുണ്ടാവുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയോ ചെയ്യുന്നു. പൊതുവെ ഗുണകരമാണ്. മുതുകിന്, കഴുത്തിന്, തലയുടെ പിൻഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തോളലുകൾക്ക് പ്രത്യേകിച്ചും വലതുവശത്തെ തോളലുകൾക്ക് പ്രശ്നമുണ്ടാവുക, അതുപോലെ തന്നെ കൈമുട്ടിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ചലനശേഷി കുറയുകയോ വേദനയുണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പരിരക്ഷ അത്യാവശ്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം, മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6 സന്ധ്യ വരെയും ഗുണകരമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരങ്ങൾക്കായി ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി കറുത്ത പട്ടുവസ്ത്രമോ നീരാഞ്ജനമോ അതുപോലെ തന്നെ കടുംപായസമോ കഴിപ്പിക്കുക. ഒന്നുകിൽ ശാസ്താവിൻ്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ, അതുമല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ അത് ചെയ്യുക. അടുത്തത് വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വ്രതശുദ്ധിയോടുകൂടി ദർശനം നടത്തുക. മഞ്ഞ പട്ടു സമർപ്പിക്കുക. അതുപോലെ തന്നെ പാൽപ്പായസ നൈവേദ്യവും നെയ്വിളക്ക് കത്തിക്കലുമൊക്കെ ഏറ്റവും നല്ല പരിഹാര മാർഗങ്ങളാണ്. അതുപോലെ ഓം നാഗായ നമ എന്ന് ജപിക്കാം. അതുപോലെ നാഗദൈവങ്ങൾക്ക് 100 പാലും അർപ്പിക്കാം. തങ്ങളുടെ നക്ഷത്രത്തിനോ ആയില്യം മഹോത്സവത്തിനോ അതുമല്ലെങ്കിൽ പക്കനാടിനോ ചെയ്യാവുന്നതാണ്. നാഗദോഷ പരിഹാരത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ പരിഹാരക്രിയകൾ. അതുപോലെ തന്നെയാണ് കേതുദോഷത്തിനും ചെയ്യേണ്ടത്. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കാം. ഗണപതിക്ക് കറുകമാല അർപ്പിക്കാം. അതുപോലെ നാളികേരം ഉടയ്ക്കാം. പിന്നെ ഉണ്ണിയപ്പ നിവേദ്യവും ചെയ്യാം. ഏറ്റവും നല്ലത് ഉണ്ണിയപ്പ നിവേദ്യമാണ്. തടസ്സങ്ങൾ മാറ്റാനും കേതുദോഷ പരിഹാരത്തിനും ഏറ്റവും ഉത്തമമാണ്. എല്ലാവർക്കും ശുഭകരമായ ഒരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.